നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സുഹൃത്തുക്കളെ. ഈ നമ്മുടെ അമ്മയുടെ വനിതാ ഭാരവാഹികളടക്കം എല്ലാവരും രാജിവെച്ച് ഒഴിഞ്ഞുപോയി. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൽ മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ പറയുന്നത് ഈ പരിചയസമ്പന്നല്ലാത്ത ഒരു ടീം വന്ന് അവർക്ക് ചെയ്യാൻ അറിയാത്ത ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ അമ്മയുടെ ജനറൽ ബോഡിക്ക് മുമ്പ് തന്നെ വേറൊരു തർക്കം ഉണ്ടായിരുന്നു. ഒരു നമ്മുടെ നടി അൻസിബ അടക്കമുള്ളവർ ടിനി ടോമിനെതിരെയുള്ള വിവാദ വിഷയം. അതെ, അങ്ങനെ ലക്ഷ്മിപ്രിയ, അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കങ്ങൾ അത് ടിനി ടോമിലേക്ക് നീങ്ങുന്നു. അങ്ങനെ പലരും സിനിമാ രംഗത്തെ പലരും കക്ഷി ചേർന്ന് ഇരുവർക്കും ഒപ്പം നിൽക്കുന്നു. നമ്മുടെ ഉഷ എന്നും ഹസീന എന്നും ഒക്കെ വിളിക്കുന്ന നടി പോലും ലക്ഷ്മിപ്രിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി വന്നു. തിരിച്ച് ലക്ഷ്മിപ്രിയ കൗണ്ടർ ചെയ്യുന്നുണ്ട്, അത് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു പോക്ക് ഇതൊരു WCC എന്നൊരു നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു അതിജീവിതയ്ക്കൊരു വിഷമം വന്നപ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പിന്നെ അതങ്ങ് പൊളിഞ്ഞുപോയി അല്ലേ, പലരും അതിൽ നിന്ന് കൊഴിഞ്ഞു പോയി. അതേപോലെ ഒരു അവസ്ഥയിലേക്കാണോ മലയാള സിനിമയിലെ കാര്യങ്ങൾ പോകുന്നത്? വല്ലാത്തൊരു നിലവാര തകർച്ചയിലേക്ക് പോകുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ച് മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള, ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു 600-700 അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയെ കുറിച്ചാണ് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അതിന് കാരണം 500, അതായത് സിനിമാ രംഗത്തെ സംഘടനയായതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ ചർച്ചകൾ ഉണ്ടാകുന്നത്. കാരണം ഏത് ഗോസിപ്പ് പോലെയും സിനിമാ രംഗത്തെ ഗോസിപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിറ്റഴിയാൻ പറ്റുന്ന ഒരു ചരക്കായി മാറുന്നത് ഈ സിനിമാ രംഗത്തെ ഗോസിപ്പുകളാണ്. അതുകൊണ്ട് ഇവരുടെ അണിയറ കഥകളും സിനിമാ നടിമാരുടെ കഥകളും സിനിമാ നടന്മാരുടെ കഥകളും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഇവിടെ ഒരു സംഘടനാ രൂപത്തിലേക്ക് വരുമ്പോൾ ഈ CPM എവിടെയും ഒരു സംഘടന ഉണ്ടായാൽ CPM അനുഭാവികളായിട്ടുള്ളവരും കോൺഗ്രസ്സുകാരും ഒക്കെ അവിടേക്ക് BJPയോ അല്ലെങ്കിൽ BJP അനുഭാവികളോ അവിടേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ രാഷ്ട്രീയമില്ലാത്തവരുടെ സംഘടന എന്ന് പറയപ്പെടുന്ന സംഘടനയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ, KUWJ. അപ്പോൾ KUWJ ആദ്യകാലത്ത് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നവർ തന്നെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും അപ്രമാദിത്യം എപ്പോഴും CPMന് തന്നെയാണ്. അവരെ മറികടക്കാനോ ക്രോസ് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ടിന് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാൻ അന്ന്. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്ക് എതിരായി ഉടനെ തന്നെ ഞാനാണ് മത്സരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ മാധ്യമത്തിൻ്റെ അതുവരെ ഇല്ലാതിരുന്ന ഒരു വനിതയെ, മാധ്യമത്തിൻ്റെ ഒരു വനിതയെ കൊണ്ടു നിർത്തുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ആ വനിതയ്ക്ക് കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വോട്ട് പിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിനുശേഷം ഞാൻ എന്ന് സംസ്ഥാന സെക്രട്ടറി ആയോ അതിനുശേഷം നിരന്തരമായി എല്ലാ മീറ്റിങ്ങുകളിലും എന്നെ ആക്രമിക്കുന്ന രീതിയായിരുന്നു നിരന്തരമായി കണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൈരളി ചാനലിൻ്റെ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അന്നത്തെ മന്ത്രിയായിരുന്ന MP രാജേഷ്. VV രാജേഷ് എന്നാണ് എപ്പോഴും വരുന്നത്. ഇപ്പോൾ ഓർമ്മ VV രാജേഷ് ആണ്. എല്ലാവരുടെയും തിരുവനന്തപുരത്തുള്ള എല്ലാവരുടെയും ഓർമ്മ VV രാജേഷ് ഓർമ്മ വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ MP രാജേഷ് ഞാനുമായി നല്ല അടുപ്പമുള്ള, എനിക്ക് നല്ല വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള ഒരു നേതാവാണ്, മന്ത്രിയായിരുന്നു. അദ്ദേഹം തമാശ മട്ടിനാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു, ഏറ്റവും കൂടുതൽ വോട്ടിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞാണ്, ഇനിയിപ്പോൾ നിന്നെയാണല്ലോ പേടിക്കേണ്ടത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് ആ രീതിയിലേക്ക് ഉയർന്നു വരുന്നതിനെ അവർ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സംഘടനയിൽ ഇപ്പോൾ KUWJയിൽ സംഘപരിവാർ ബന്ധമുള്ള ഒരുപാട് പേർ KUWJയുടെ ഭരണസാരഥ്യത്തിൽ നേരത്തെയും വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നയമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു പ്രതിഷേധം ഉയർന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകുന്നത്. ആ നിയമം അത് നിയമമാക്കിയപ്പോൾ തന്നെ ആ നിയമത്തിൻ്റെ കരട് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി വലിച്ചു എറിയാൻ വേണ്ടി ഒരു സമരം നടത്തി. ആ സമരത്തിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായി എനിക്ക് ഒരു മെമ്മോ KUWJയുടെ കയ്യിൽ നിന്ന് വരുന്നത്. ആ സമരത്തിൽ പങ്കെടുക്കാത്തതിന് കാരണം ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, നമുക്കതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് കോടതിയിൽ കണ്ടസ്റ്റ് ചെയ്യാമെന്നല്ലാതെ അത് വലിച്ചു കയറി എറിയുന്നതിനോട് അതേത് ആരാണെങ്കിലും, ഇനി ഇവരല്ല, BJP അല്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിനെ പത്രപ്രവർത്തകർ അത് ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുകയാണ്. അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കോ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടന അതിനു വേണ്ടി നിൽക്കേണ്ടവരാണ്. അപ്പൊ അതിന് ഇപ്പൊ പത്രപ്രവർത്തക അവകാശങ്ങൾക്ക് ഈ പൗരത്വ ഭേദഗതി എന്നും പത്രപ്രവർത്തകർ വലിയ ഒരു ബന്ധമുള്ള കാര്യമല്ല. പത്രക്കാരിൽ
ഇന്ത്യ കേരളത്തിലുണ്ടെങ്കിലേ ഒരു ബുദ്ധിമുട്ട് അതെ വരുന്നുള്ളൂ. അപ്പോൾ അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ അതെ ഇടപെടുന്നതാണ്. അതെ. അപ്പൊ അതായിരുന്നു ആദ്യം അവർ അനൗൺസ് ചെയ്ത പരിപാടി. പക്ഷെ അന്ന് മംഗലാപുരത്തുള്ള ഏതോ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മംഗലാപുരത്തെ 1-2 മാധ്യമ പ്രവർത്തകരെ പിടിച്ചു വെക്കുന്ന, ID കാർഡ് ഇല്ലാത്തവരെ പിടിച്ചു വെക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിനു മുമ്പ് കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഹത്രാസിൽ പോയി പിടിക്കപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പെരുമാറും. അപ്പോൾ മംഗലാപുരത്തുണ്ടായ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ പേരിൽ, അതായത് വെച്ചിരുന്ന പരിപാടി പെട്ടെന്ന് ഈ പരിപാടിയാക്കി മാറ്റുകയും പത്രപ്രവർത്തകരെ ആക്രമിച്ചു എന്ന രീതിയിലേക്ക് പെട്ടെന്ന് അത് ട്വിസ്റ്റ് ചെയ്യുകയും, ആ ട്വിസ്റ്റ് ചെയ്ത പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എനിക്ക് ആദ്യമായി ഇവരൊരു മെമ്മോ തരുന്നത്. അതിനുശേഷം നിരന്തരമായി പല ആരോപണങ്ങളും. എനിക്കും തിരിയാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ കുറ്റം. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന പോസ്റ്റുകൾ അതിന് യാതൊരു തരത്തിലും സംഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത പോസ്റ്റുകൾ എടുത്തുകൊണ്ട് വരിക, ചർച്ച ചെയ്യുക, ഞാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെറ്റ് ചെയ്താലല്ലേ മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ പറയും ശരി, നിങ്ങൾ കോടതി പോക്കോ, കോടതി നിന്ന് എന്നെ തൂക്കിക്കൊല്ലം വിധിച്ചാലും ഇതിനകത്ത് മാപ്പ് പറയാനുള്ളൊന്നുമില്ല. ഞാൻ മാപ്പ് പറയേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങൾ അതിന് നിരന്തരമായി എന്നെ ആക്രമിക്കുകയും ഇത് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ ഫേസ് ചെയ്യുന്ന അതേ അവസ്ഥ, ലക്ഷ്മിപ്രിയയോ ശ്വേതാമേനോനോ ഒക്കെ ഫേസ് ചെയ്യുന്ന അവസ്ഥ, അതിൻ്റെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനിടയിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ തന്നെയുള്ള നമ്മുടെ സംഘടനയിൽ തന്നെയുള്ള മറ്റൊരു ആളെയും ചേർത്ത്, മറ്റൊരു പുരുഷനെയും ചേർത്ത് എന്നെ ആരോപിക്കുന്ന രീതിയിൽ 4 സംസ്ഥാന കമ്മിറ്റികളിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു. ആദ്യത്തെ 3 സംസ്ഥാന കമ്മിറ്റികൾ ഞാൻ വളരെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യരുതെന്ന് പറയുകയും ചെയ്തു. 4ാമത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്കെതിരെ ഞാൻ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ അതിനെ സംബന്ധിച്ച് കോടതിയിൽ നടക്കുന്ന കേസായതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഞാൻ കാണിച്ച ഒരു മര്യാദ അല്ലെ ഒരു മൗനം ലക്ഷ്മിപ്രിയ ഒരുപക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ആദ്യം എനിക്ക് ഇടപെടുന്നതിന്, അല്ലെ ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ ലക്ഷ്മിപ്രിയ എന്താണ് പറയുന്നതെന്ന് പറയാനൊരു സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുറത്തേക്ക് വന്ന് കുറച്ചുകൂടി ഔട്ട്സ്പോക്കൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ലക്ഷ്മിപ്രിയ. ഒരുപക്ഷെ കുറച്ചുകൂടി അഗ്രസീവാണ്. അത് ഒരുപക്ഷെ ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നതിനെ ഞാൻ ലക്ഷ്മിപ്രിയെ കുറ്റം പറയല്ല. ലക്ഷ്മിപ്രിയ വളർന്നു വന്ന ജീവിത സാഹചര്യവും ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യവുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ലക്ഷ്മിപ്രിയ താണ്ടി വന്ന വഴികൾ കുറച്ചുകൂടി കഠിനമേറിയതാണ്. ലക്ഷ്മിപ്രിയയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നന്നായി ഒരു നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനോ ഒക്കെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വിവാഹം കഴിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നപ്പോഴായിരിക്കും ഒരുപക്ഷെ ഞാൻ ലക്ഷ്മിപ്രിയയുടെ ആത്മകഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാണ്. ലക്ഷ്മിപ്രിയ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ മറ്റൊരാൾ പോളിഷ്ഡായി ഇടപെടുന്ന രീതിയിൽ ലക്ഷ്മിപ്രിയ ഒരുപക്ഷെ അങ്ങനെ പോളിഷ്ഡായി ഇടപെടാൻ ലക്ഷ്മിപ്രിയ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യമേ ഞാനൊരു ഇടപെടൽ നടത്താഞ്ഞത്, അല്ലെങ്കിൽ സംസാരിക്കാതിരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ പോലും അന്ന് ഞാൻ തയ്യാറാകാതിരുന്നതും ഈ കാര്യം കൊണ്ടാണ്. പക്ഷേ ഈ അൻസിബ ഇപ്പോൾ നടന്ന മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഞാൻ ഓർത്തു ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വിഷയമാണ്. ആ വിഷയം അവിടെ തീരട്ടെ, സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഘടനയിൽ പരിഹരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്നെ കോർണർ ചെയ്ത പോലെയായിരുന്നു അന്ന്. എനിക്ക് പത്രപ്രവർത്തക യൂണിയനിലുള്ളവർ എന്നെ എങ്ങനെ കോർണർ ചെയ്തോ അതുപോലെ തന്നെയായിരുന്നു ഈ ലക്ഷ്മിപ്രിയയും അതുപോലെ തന്നെ ഈ ശ്വേതാമേനോനെയും അടക്കമുള്ളവർ കോർണർ ചെയ്യുകയും അന്നത്തെ ദിവസം പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതെന്ന് പിന്നീട് ഇവരുടെ തന്നെ, അതായത് പിന്നീട് ഈ പരിപാടിക്ക് ശേഷം നടന്ന ഇവരുടെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലക്ഷ്മിപ്രിയ ആയിരുന്നു ശരിയെന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ശ്വേതാമേനോനായിരുന്നു ശരിയെന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. അതായത് ഈ സംഭവം നടന്നു, ഇവർ രാജിവെച്ച് പോരുന്നു. രാജിവെച്ച് പോന്ന ശേഷം ഇവർ കാണിക്കുന്നത് അൻസിബെ ഏതോ ഒരു മഹാസംഭവമാക്കി, സിംഗപ്പെണ്ണാണ്, ഒരുത്തി വരുന്ന കണ്ടില്ലേ, ഈ ഒരുത്തിയാണ് എല്ലാം പൊളിച്ചെടുക്കുന്നതെന്ന രീതിയിൽ അൻസിബയെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരാൾ അങ്ങനെ വരുന്നതിന് ആർക്കും എതിരില്ല, അഭിപ്രായമില്ല. പക്ഷേ അവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ മാളത്തിൽ ഒടിച്ചിരുന്ന കമാലുദ്ദീൻ എന്ന കമൽ ഇറങ്ങി വരുന്നു. കമൽ പറയുന്നു സംഘപരിവാറിലുള്ള ചില ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല, അവിടെയുള്ള പ്രശ്നങ്ങളല്ല, സംഘപരിവാറുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബാബുരാജ് ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം സാബുമോന്റെ ചില ഇടപെടലുകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഏതെങ്കിലും അവസാനം ഒരു നിവൃത്തിയുമില്ലാതിരുന്നപ്പോൾ ശ്വേതാമേനോനെ തകർക്കാനായി പറഞ്ഞത് ശ്വേതാമേനോൻ പണം വാങ്ങിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ BJPക്ക് നൽകി എന്നുള്ളതാണ്. BJPക്ക് പണം കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങിക്കേണ്ട ഒരവസ്ഥ കേരളത്തിൽ നിലവിലില്ല. അമ്മയാണോ കൊടുക്കേണ്ടത്? ആണോ? അതും 2020 എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി 2020 ആര് വിളിച്ചാലും 2020യെ സംബന്ധിച്ചിടത്തോളം അവർ ബിസിനസ് നടത്തുന്നവരാണ്. അവരേതെങ്കിലും നടിമാരെയൊക്കെ വിളിച്ച് സ്ഥാനാർത്ഥികളാക്കും. ഒരുപക്ഷെ ഉഷ ഹസീനയുടെ ആ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ, അമ്മയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഉഷ ഹസീന പറഞ്ഞത് എന്താണ്? ലക്ഷ്മിപ്രിയ വീട്ടുകാരെ കളഞ്ഞു, അല്ലെങ്കിൽ മതം മാറി, അത് ഉഷ ഹസീനെ എങ്ങനെയാണ് ബാധിക്കുക? അവിടെ മുതലാണ് എനിക്ക് സത്യത്തിൽ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് ഈ ലക്ഷ്മിപ്രിയ വിളിച്ച ജിഹാദി, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ ജിഹാദി ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയത് അവിടെ മുതലാണ്.
യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പം മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ലക്ഷ്മിപ്രിയയുടെ ഈ സംസാര രീതി അല്ലെങ്കിൽ ഈ ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പം നാളെ ഒരുപക്ഷെ ഞാനും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വന്നാൽ അങ്ങനെ തന്നെ ഒരുപക്ഷെ പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇത് വന്ന സമയത്ത് മിണ്ടാതിരുന്നതിന് കാരണവും മൗനം പാലിച്ചതിന് കാരണവും എന്താണ് എന്ന് ഉരുത്തിരിഞ്ഞു വരട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയുടെ ശക്തമായ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ സിനിമാ സംഘടനകളെ പിടിച്ചെടുക്കാൻ മട്ടാഞ്ചേരി മാഫിയ നടത്തുന്ന കളിയുടെ ഭാഗമാണ് ഇതെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഉഷാ ഹസീന പറഞ്ഞു. ഉഷാ ഹസീനയ്ക്ക് എങ്ങനെയാണ്, എന്തിനാണ് ലക്ഷ്മിപ്രിയയെ മതം പറഞ്ഞു? ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരാൾ, അവർ മുസ്ലിം ആയിരുന്നു ലക്ഷ്മിപ്രിയ. അവർ ഒരു ഘട്ടത്തിൽ അവർ സനാതന ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാവുകയും സനാതന ധർമ്മം അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അതൊരു മതമാണെന്ന് പോലും അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണെന്ന് പോലും സംസ്കാരമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു സാംസ്കാരികത എന്ന രീതിയിൽ തന്നെയാണ് ഹിന്ദുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതും. അല്ലാതെ ഒരു മതമാണെന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആളുമല്ല ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സംസ്കാരം എന്ന രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സനാതന ധർമ്മത്തെ, അവർ സനാതന ധർമ്മം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു സംഘടനയിൽ ഉഷാ ഹസീനയ്ക്ക് പ്രശ്നം ഉണ്ടാകേണ്ടത് എന്തിനാണ്? അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ആദ്യത്തെ ഉഷാ ഹസീനയുടെ സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങി. ഉടൻ കമൽ പുറത്തു വരുന്നു. ഉടനെ തന്നെ ബാബുരാജ് അതിനു മുമ്പ് തന്നെ ആരോപണം ഉന്നയിക്കുന്നു BJPയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിലുള്ള അവരാരും അവരുടെ രാഷ്ട്രീയം അമ്മയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതായി എനിക്കറിയില്ല. ലക്ഷ്മിപ്രിയ ആരെയെങ്കിലും വിളിച്ചോ അവിടെ നിന്ന്? ആരെങ്കിലും വരൂ എൻ്റെ പാർട്ടിയിൽ ചേരൂ എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ലക്ഷ്മിപ്രിയ ഹിന്ദു ആക്കാൻ ആരെയും ശ്രമിച്ചതായി നമുക്കറിയില്ല. ലക്ഷ്മിപ്രിയ അതുപോലെ തന്നെ ശ്വേതാ മേനോൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്വേതാ മേനോൻ കോൺഗ്രസ് അനുഭവമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മട്ടാഞ്ചേരി മാഫിയയുടെ കളി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അൻസിബയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ കൂടി ലക്ഷ്മിപ്രിയ ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ വ്യക്തിപരമാകാം, ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളുമാകാം. അതായത് മിഥിലാജ് എന്ന് പറയുന്ന ഒരു ആൾ അൻസിബ ഹസന്റെ മുറിയിലുള്ളത് ലക്ഷ്മിപ്രിയ കണ്ടുവെന്നും എന്തിനാണ് മുഖം മറച്ചുകൊണ്ട് അങ്ങനെ വന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ചിലപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാകാം. വ്യക്തിപരമായ ബന്ധമാണെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ മറ്റു ചില വിഷയങ്ങൾ റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ചയ്ക്കെടുക്കാന്ന് വെച്ചാൽ അതിൽ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം എന്ന് പറയുന്നത് മയക്കുമരുന്നും സ്വർണ്ണക്കടത്തും മാത്രമാണ്. അതിൽ വ്യക്തിപരമായ വിഷയം റസൂൽ പൂക്കുട്ടിക്ക് ഇപ്പോൾ സജ്നയോട് ബന്ധമോ റസൂൽ പൂക്കുട്ടി എന്ത് ചെയ്താലും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതായത് അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ സജ്ന ഉന്നയിച്ച ആരോപണത്തോടൊപ്പം നിൽക്കാനാണ്, ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒപ്പം നിൽക്കാൻ എന്നുള്ളതല്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത്. ഇതിലൊന്നും ഒരു നടപടിയും ഇതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന നടപടിയെക്കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ആദ്യം ഈ തൂഫാൻ ഇറക്കേണ്ടത് എവിടെയാണ്? സിനിമാ രംഗത്താണ് തൂഫാൻ ഏറ്റവും കൂടുതൽ ഇറക്കേണ്ടത്. ഇതുവരെ ആ രംഗത്തേക്ക് തൂഫാൻ പോയതായിട്ട് അറിയുകയില്ല. കേരളത്തിലെ സാധാരണക്കാരന്റെ കടയിൽ നിന്നും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്നതല്ലാതെ സിനിമാ രംഗത്ത് നിന്ന് ഇതുവരെ തൂഫാനി പിടിച്ച ഒരാളെയും കണ്ടിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയും ഒരു ഡീല് പറയാം. കാരണം സിനിമാ രംഗത്തുള്ളവരെ, ഇടതുപക്ഷക്കാരെ, അനുഭാവികളെയൊക്കെ മാറ്റി നിർത്തി അവരെക്കുറിച്ച് മയക്കുമരുന്നിനെക്കുറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ CPMന്റെ അനുഭാവികളായിട്ടുള്ളവരെ അല്ലേ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സർക്കാർ നിലനിൽക്കുമ്പോൾ തന്നെ പിടിച്ചത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല വന്ന പിന്നെ ആരെ പിടിച്ചു? എത്ര പേരെ പിടിച്ചു? ആ പിടിച്ചവർ ആരാണെന്ന് വല്ല ബോധ്യമുണ്ടോ? ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ വെറും തട്ടിപ്പാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായി, ഈ പരസ്പരമുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായി, പരസ്പരം ചെളിവാരി എറിയുകയും സോഷ്യൽ മീഡിയയിൽ ബഹളം വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു അന്വേഷണം നടത്താത്തത്? ഇപ്പൊ സിനിമാ രംഗത്ത് തൊട്ട് കളിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ അഖിൽ മാരാർ അടക്കമുള്ള അഖിൽ മാരാർ കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾക്ക് സീറ്റ് കോൺഗ്രസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം അയാൾ ഒരുപക്ഷെ വളഞ്ഞ വഴിയിലൂടെ BJPയിലേക്ക് വരാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുമ്പ് വരെ അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് സിനിമയിലും സീരിയലും ഒന്നുമില്ലാത്ത ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണൻ മാത്രമാണ് സിനിമാ രംഗത്ത്. വിവേക് ഗോവിൻ, റോബിൻ രാധാകൃഷ്ണനാണ്. അവരൊന്നും ഈ അമ്മയിൽ അംഗങ്ങളും അല്ല. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെയുള്ളത് ലക്ഷ്മിപ്രിയ ശക്തമായി പറയുന്നു. മറ്റൊന്ന് അവിടെ നിന്നും അഞ്ജലി നായർ മത്സരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ പറഞ്ഞ ചില കാര്യങ്ങളിലെങ്കിലും ശരിയുണ്ട് എന്ന തരത്തിൽ വരുന്നു. മട്ടാഞ്ചേരി മാഫിയ സിനിമാ രംഗത്ത് വീണ്ടും, അതും ശ്വേതാ മേനോൻ ഇറങ്ങി വന്നപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അഴിമതി ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം അൻസിബയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. മൊത്തം കണ്ടില്ല ഞാൻ, മുഴുവൻ കണ്ടെങ്കിൽ അതിന് ബാക്കി കാര്യങ്ങൾ കൂടി പറയാൻ കഴിയും. അത് ചില വിഷ്ണു ഉണ്ണികൃഷ്ണന് മരുന്നിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. ആ മരുന്ന് അമ്മയിൽ നിന്ന് പോകുന്ന മരുന്നിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു, അത് മാറ്റി. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെ തുടർന്നിരുന്നോ ആ തുടർന്ന കാര്യങ്ങളൊക്കെ തന്നെ തുടരണമെന്ന വാശിയൊക്കെ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള. മറ്റൊരു ഭരണസമിതി വരുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് ഈ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അൻസിബ ഹസനെ ഇപ്പോൾ അൻസിബയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ കേരളത്തിലെ ശരാശരി പുരുഷന്മാരുടെ മാനസിക
മായ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യം പല രീതിയിൽ പറയാം. ഇപ്പോൾ എന്നെയും പൊതുവെ പുരുഷന്മാരുടെ ഒരു സംസാര ശൈലിയിലോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്ത്രീ സങ്കല്പത്തിലോ പെടുന്ന ഒരാളല്ല ഞാൻ. കാരണം എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ സൗണ്ട്, അത് എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ എൻ്റെ പറയുന്ന അഗ്രസീവ് നേച്ചർ കൊണ്ട് പലപ്പോഴും പലർക്കും എന്നെ ദേഷ്യമുണ്ടാവും. അതുപോലെയാണ് എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയം അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഷൗട്ട് ചെയ്ത് പറയും, ഒരു പക്ഷേ പറയും. അതുപോലെ പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിവാദങ്ങൾ വരുന്ന സമയത്തെ എന്നെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ പോകാറില്ല. കാരണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക എന്ന നിലപാട് തന്നെയാണ് ഞാൻ എപ്പോഴും സ്വീകരിക്കുന്നത്. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ പലതും പറഞ്ഞു. ഇതിലൊന്നും ഒരു സത്യവുമില്ല എന്നും അതിലൊന്നും ഒരു തേങ്ങയും എന്നെ ചെയ്യാൻ പറ്റില്ലെന്നും എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ ഞാൻ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ ബഹളം വെക്കാൻ പോകാറേ ഇല്ല. കാലക്രമേണ കാലം കഴിയുന്തോറും ആൾക്കാർക്ക് തന്നെ തോന്നും ഈ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നല്ലോ എന്ന് ആൾക്കാർ തന്നെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അൻസിബ വളരെ ഭംഗിയായി നല്ല ലാംഗ്വേജിൽ സംസാരിക്കും, വളരെ കൃത്യമായി സംസാരിക്കും. അൻസിബ കുറച്ചുകൂടി സോഫ്റ്റ് വോയിസ് ആണ്. പുരുഷന്മാർക്ക് എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ സോഫ്റ്റ് വോയിസ് കേൾക്കാൻ വലിയ താല്പര്യമുള്ളത്. ആ സങ്കല്പത്തിൽ നിന്ന് പുരുഷന്മാർ ഇതുവരെ മാറിയിട്ടില്ല. സ്ത്രീകളുടെ സോഫ്റ്റ് വോയിസും അതുപോലെ പുരുഷന്മാർ പറയുന്നതിനെ അംഗീകരിക്കുന്ന സ്ത്രീകളെയുമൊക്കെയാണ് ഇന്നും ചോദ്യം ചെയ്യുന്ന. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്വേതാമേനോനെ എത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ശ്വേതാമേനോൻ സോഫ്റ്റായി സംസാരിക്കുമെങ്കിലും ശ്വേതാമേനോൻ കുറച്ചുകൂടി അങ്ങനെ അങ്ങ് പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ലക്ഷ്മിപ്രിയയും അങ്ങനെ തന്നെയാണ്. ലക്ഷ്മിപ്രിയ കുറച്ചുകൂടി ഇമോഷണൽ കൂടിയാണ്. ഒരുപക്ഷെ ലക്ഷ്മിപ്രിയയെ കുറച്ചൊക്കെ നിയന്ത്രിക്കേണ്ടത് ലക്ഷ്മിപ്രിയയുടെ ഒരു ഇമോഷൻ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്ക് ലക്ഷ്മിപ്രിയയെ കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതിപ്പോൾ നാളെ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ആവത്തുള്ളൂ. നല്ല ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ വളർന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ ഇന്ന് ധൈര്യം അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ 2 തരത്തിലുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ആത്മധൈര്യം കിട്ടും. ഒരുപക്ഷെ നമ്മളൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പ്രിവിലേജ്ഡായി വളർന്നവർക്ക് നമ്മുടെ മനസ്സിൽ ഈ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്, പ്രഷർ കുറവാണ്. നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെ പറയാനുള്ള സാഹചര്യം ഉണ്ടായാലും നമ്മളോട് നേരിട്ട് പറയാനോ നമ്മളെ നേരിട്ട് ബഹളം വെക്കാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ പ്രിവിലേജ്ഡ് അല്ലാത്തവർ എപ്പോഴും പടവെട്ടി തന്നെ വരണം. അവരെ സംബന്ധിച്ചിടത്തോളം പടവെട്ടി അവരങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോകും. ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ അത്യാവശ്യം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള തന്നെ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ നിലപാടുകളുള്ള ശത്രുക്കളെയാണ്. പക്ഷെ ഞാനതിൽ കോംപ്രമൈസ് ചെയ്യില്ല, ഞാനത് മൈൻഡേ ചെയ്യില്ല. അത് അവിടെ എന്തെല്ലാം പറഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല. കല്ലിന് തീ പിടിച്ച പോലെയാണ്, ഞാൻ അനങ്ങാനേ പോകാറില്ല. അതാണ് എൻ്റെ ഞാൻ പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീ വിഷയം വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സ്ത്രീകളെ കളിയാക്കി സ്ത്രീകളെ മോശക്കാരായി തെളിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു പക്ഷം പറയുമ്പോൾ ഞാൻ പറയും അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പുറത്താക്കാൻ തീരുമാനമെടുത്തവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല. ആ സമയത്ത് മാത്രം അതിന് മാത്രം മറുപടി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ എന്തുകൊണ്ടാണെന്നറിയില്ല അങ്ങനെ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയ അനുഭവിക്കുന്ന പോലെ വലിയ സൈബർ ബുള്ളിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്കും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ, ലക്ഷ്മിപ്രിയ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷ്മിപ്രിയ സംഘിണിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ചില സംഘപരിവാറുകാരുമായും ലക്ഷ്മിപ്രിയ ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ ഈ CPM-കാർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ ഫേസ്ബുക്കിൽ വന്ന് എഴുതിയതാണ്. ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോകാറില്ല. കാരണം അവരുടെ വിവരക്കേടാണ് അതെന്ന് ചിന്തിച്ച് ഞാനതങ്ങ് വിട്ടുകളയും. അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് അങ്ങനെയും ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ലക്ഷ്മിപ്രിയ ആരും ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ലക്ഷ്മിപ്രിയ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോനും ഒക്കെ തന്നെയായിരുന്നു ശരി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനങ്ങളും ഇവരുടെ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട്, അതായത് കമലിൻ്റെ ഇടപെടൽ, അതുപോലെ ഉഷാ ഹസീനയുടെ ഇടപെടലുകൾ, ഇപ്പോൾ മിഥിലാജ് എന്ന് പറയുന്ന ആളുടെ പേര് വരുന്നു, അൻസിബ ഹസൻ്റെ നിലപാട്. അൻസിബ ഹസനെ അങ്ങ് എല്ലാ ചാനലുകളും ഇൻ്റർവ്യൂ ചെയ്യുന്നു. അൻസിബ ഹസൻ ഒറ്റ ഒരാൾ എന്തോ മഹാസംഭവം ചെയ്തു എന്ന് പറയുന്നു. അൻസിബ ഹസൻ ഒറ്റ ഒരാളായി സിനിമാ മേഖല പോലൊരു മേഖലയിൽ പൊരുതി നിൽക്കാൻ കഴിയില്ല. അൻസിബ ഹസൻ്റെ പിന്നിൽ കൃത്യമായ ആളുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമായി പൊരുതി നിൽക്കാൻ കഴിയില്ല. അവിടെ ഒരു ഏറ്റവും ശക്തമായ പ്രബലമായ ഒരു സമൂഹം, ഏറ്റവും ശക്തമായി സംഘടനയെ പിടിച്ചെടുക്കാനുള്ള പ്രബലമായ ഒരു സമൂഹം അതിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദിലീപിനെ ഒന്നും അതിനകത്ത് ആരും ചേർക്കേണ്ട കാര്യമില്ല. ദിലീപ് ഒന്നും അല്ല അതിനിടയിൽ, അത് മട്ടാഞ്ചേരി മാഫിയ തന്നെയാണ് എന്നാണ് നമുക്ക് ഇവരുടെ പ്രകടനങ്ങളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ബോധ്യം വരുന്നത്.